ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആവണീസ് വ്ലോഗ്. അപ്പൊ നമ്മുടെ ആവണീസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മളിന്ന് വൈകിട്ട് ഉഴുന്നവട ഉണ്ടാക്കാൻ പോകട്ടെ. അപ്പൊ നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ള സംഭവമാണ് ഉഴുന്നവട. അപ്പൊ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. അപ്പൊ അതിനുവേണ്ടി ഞാനിതാ ഇന്നലെ വൈകിട്ട് ഞാൻ ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഉഴുന്നൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പൊ എന്തായാലും ഒന്ന് അരയ്ക്കാം. അപ്പൊ ഗൈസ്, നമ്മൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് നമ്മുടെ ഉഴുന്ന്. ഇത് നമ്മള് നന്നായിട്ട് മിക്സിയിട്ട് അരച്ചെടുക്കാം. അപ്പൊ അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വെള്ളം കൂട്ടാതെ വേണ്ട ഗൈസ് അരയ്ക്കാൻ വേണ്ടി. അല്ലാതെ നമുക്ക് ഇത് ഉണ്ടാക്കുന്ന ടൈമിലായിരിക്കും പണി കിട്ടുക. കാരണം വെള്ളം കൂട്ടിയിട്ടാണ് നമ്മൾ അരയ്ക്കണമെങ്കിൽ നമുക്ക് ഷേപ്പ് സെറ്റ് ചെയ്യുക. ആ ടൈമിൽ നമുക്ക് ഷേപ്പ് കറക്റ്റ് ആയിട്ട് വരും. അപ്പം നമുക്ക് അത്ര അരയാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളൊരു 1/4 ഗ്ലാസ് എങ്ങാനും വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരയ്ക്കുക. അപ്പൊ ഞാൻ എന്തായാലും കുറച്ചായിട്ട് ഒന്ന് അരച്ചെടുക്കട്ടെ, എന്നിട്ട് കാണാം കേട്ടോ. അപ്പൊ ഗൈസ്, നമുക്ക് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഉഴുന്ന് അരച്ചത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഒരു സബോള നമ്മൾ നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞതാണ്. ഇപ്പോൾ സബോള ഇല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞുള്ളി എടുത്താലും മതി. പിന്നെ ഇതിലേക്ക് ഒരു 5 തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 3 മുളകാട്ടം എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. അപ്പം നമുക്ക് എന്തായാലും ഇതെല്ലാം ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. സവോള ഇട്ടു, അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്, മുളക് ഇട്ടു, ഇഞ്ചി ഇട്ടു. ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ടതാണ് ഉപ്പ്. അത് ഞാൻ ഇതിൽ എടുത്ത് വെച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഉപ്പും കൂടി എടുക്കണം. അതുപോലെ തന്നെ ഒരു നുള്ള കായപ്പൊടിയും കൂടി എടുക്കണം. അപ്പൊ ഞാൻ അതോടെ ഒന്ന് എടുത്തിട്ട് ഒന്ന് ഇടട്ടെ. അപ്പൊ ഇതിലേക്ക് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ കായത്തിന്റെ പൊടിയും ഒരു നുള്ള ഇട്ട് കൊടുക്കാം. ഇതിന്റെ ഒരു ഇത് ഇഷ്ടമല്ല എന്നുള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഇതിവിടെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പൊ കൈ വെച്ചിട്ടാണ് ഗൈസ് ഇത് മിക്സ് ചെയ്തിരിക്കുന്നത്. കാരണം കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതിന് കുറച്ചുകൂടി പെർഫെക്ഷൻ കിട്ടാറുണ്ട്. നമ്മൾ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാം, പക്ഷെ ഞാനിവിടെ കൂടുതലും കൈ വെച്ചിട്ടാട്ടോ മിക്സ് ചെയ്യാറ്. അപ്പൊ ഇനി നമുക്ക് ഇത് നന്നായിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇട്ടെടുത്ത് നമുക്ക് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എണ്ണ നന്നായി ചൂടാക്കണം. അപ്പൊ ഇനി എണ്ണ ചൂടാക്കാം. നമ്മൾ തീക കത്തിച്ചിട്ട് ഞാനിപ്പോ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണയും ഒഴിച്ചിട്ടുണ്ട്. അത് നമ്മൾ വീഡിയോ എടുത്തിട്ടായിരുന്നു. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായോ നമുക്കൊന്ന് നോക്കാം. എണ്ണ ചൂടായോ എന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ഈ കൂട്ടുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു തുള്ളി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്കിനി മാവൊക്കെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാം. അപ്പൊ ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ നമ്മൾ കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ട് നമുക്ക് മാവ് റെഡിയാക്കാം. നമ്മളിപ്പോ കയ്യിൽ ജസ്റ്റ് വെള്ളം ഒന്ന് നനച്ചിട്ട് നമ്മൾ മാവ് ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതാകൂല. നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പൊ നമുക്ക് അതിന്റെ ഷേപ്പിലൊന്ന് റെഡിയാക്കാം. അപ്പൊ നമുക്കിപ്പോ ഉഴുന്നവടയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. എന്ത് ഷേപ്പിലാവും അറിയില്ല. ലാസ്റ്റ് നമുക്ക് എന്തായാലും നമുക്ക് തിളച്ചെടുക്കുന്ന എണ്ണയിലേക്ക് പതുക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പൊ ഒരെണ്ണം നമ്മളിപ്പോ അതിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഒരെണ്ണം കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗൈസ്, വെള്ളം ചേർക്കാതെ അരയ്ക്കണം. ഇപ്പൊ വെള്ളം ചേർത്തിട്ട് അരച്ചാണെങ്കിൽ നമുക്കിതിപ്പോ ഷേപ്പ് ചെയ്യുന്ന ടൈമിൽ ലൂസ് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഷേപ്പിലേക്ക് കിട്ടില്ല. അതാണ് ഞാൻ വെള്ളം ചേർക്കാതെ നമ്മൾ അരച്ചെടുക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇതിനെ കൂടി അതിലേക്ക് ഇടാം. അപ്പൊ നമ്മുടെ ഉഴുന്നുവടയൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഗോൾഡൻ കളറിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് കോരി മാറ്റാം. അപ്പൊ നമ്മുടെ എല്ലാ ഉഴുന്നുവടയും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. പുറം നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഉഴുന്നുവട റെഡി ആയി ഗൈസ്. നമ്മുടെ ഉഴുന്നുവടയൊക്കെ നമുക്ക് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒന്ന് വിളക്ക് വെക്കാൻ പോയി. ഇപ്പൊ കുറച്ച് ടൈം ആയിട്ട് നമ്മളിപ്പോ സംഭവം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ വിളക്ക് വെച്ചു, എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം നമുക്കിന്ന് ഉഴുന്നുവട കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സോസ് ആയിട്ടുള്ളത്. അപ്പൊ ഇത് നമുക്ക് ചട്നി ഉണ്ടല്ലോ, തേങ്ങാ ചട്നി, അതിന്റെ കൂടിയും അടിപൊളിയാണ്. എന്തായാലും നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ തൊട്ടടുത്ത ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നു വിചാരിക്കുന്നു. അത് നമുക്ക് അടുത്ത ഇതുപോലത്തെ കിടക്കാച്ച വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ. സീ യു.